അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ. നേരത്തെ ആറാട്ടണം പറഞ്ഞു ഈ അപരാധം, ഈ അഡൾട്ട് കണ്ടന്റ്, വേറെന്തൊരു കാര്യം കൂടി. അത് മൂന്നും കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സന്തോഷ് പണ്ഡിറ്റ്, ഇന്നത്തെ വീഡിയോ സന്തോഷ് പണ്ഡിറ്റിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതിന് കാരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഈ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് ആദ്യമേ പറയാം. മുമ്പ് നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ് ഈ സന്തോഷ് പണ്ഡിറ്റിനെ. അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുള്ളിയെ കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ അവിടെ നിൽക്കട്ടെ. പറയാൻ കാരണം, സന്തോഷ് പണ്ഡിറ്റിനെ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ കുറെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫാൻസുകാർ ഓടി വരും. അയ്യോ സന്തോഷ് അണ്ണൻ ഉയിർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവരാദ്യം ഈ പറയുന്ന വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം കമന്റ് ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കുറെ വീഡിയോസ് കണ്ടു. അതിനകത്ത് സായിയെ എന്ത് ചെയ്തു, സായിക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒന്ന് ചൊറിയാൻ പോയത്, സന്തോഷ് പണ്ഡിറ്റ് വലിച്ചു കീറി, സായിയെ ഏറിക്കയറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോൾ വീഡിയോസ് കണ്ട്. നിങ്ങളെക്കുറിച്ച് ഈ ഇടുന്ന ട്രോൾ വീഡിയോ ഇല്ലേ, അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് മൂന്നാം കിട ചാനൽ എന്ന്. ആദ്യം അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഈ പറയുന്ന ട്രോൾ വീഡിയോ ഇട്ട അവർക്ക് ഉണ്ടാവണമെന്നും ആദ്യമേ ഞാൻ പറയുന്നു. ലൈവിൽ വന്നിരുന്ന് പച്ചക്കള്ളം വിളമ്പി വീരവാദം മുടക്കി വലിയ ആളായി കളിക്കുന്ന സന്തോഷ് പണ്ഡിറ്റ് അതുവരെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ആര് പറഞ്ഞതാണ് ന്യായം, ആരാണ് ഇവിടെ വലിച്ചു കീറപ്പെട്ടത്, ആരാണ് ഏറിലായത്, ആരുടെ വായാണ് അടഞ്ഞത് എന്ന് അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? അല്ലാതെ ഫാൻസ് ഒക്കെ കൊള്ളാം, ഇഷ്ടമൊക്കെ കൊള്ളാം, പക്ഷെ അവർ എന്ത് തരികട കാണിച്ചാലും, എന്ത് മണ്ടത്തരം കാണിച്ചാലും, എന്ത് വൃത്തികേട് കാണിച്ചാലും മൂട് താങ്ങാൻ വേണ്ടി നിൽക്കരുത്. മനസ്സിലായോ? നാണക്കേടാണ് അതൊക്കെ. ഓക്കെ, ഈ പറയുന്ന സാഹിയെ നിങ്ങൾക്ക് ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ഓക്കെ, ഉണ്ടാവട്ടെ. പക്ഷേ എപ്പോഴും പുള്ളി തെറ്റാണ് എന്ന് വിചാരിക്കട്ടെ. പുള്ളി എവിടെയാണ്? ഞാനിപ്പോ വിമർശിക്കുന്നുണ്ട്. എനിക്ക് ആരുടെടുത്തും അമിതമായ വാത്സല്യമോ വിരോധമോ ഇല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുക, തെറ്റ് കണ്ടാൽ തെറ്റുന്ന സന്തോഷ് പണ്ഡിറ്റ് ആയിക്കോട്ടെ, അഖിൽമാരാർ ആയിക്കോട്ടെ, സായി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഇനി സംഭവം എന്താണെന്ന് പറയാം. അതായത് ഇന്നലെ ഈ പറയുന്ന നമ്മുടെ 24x7 തമ്മിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയെ എങ്ങനെ പിന്നീട് കൺട്രോൾ ചെയ്യാം, സോഷ്യൽ മീഡിയക്ക് ഒരു അതിരുവരമ്പ് വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഇന്നലത്തെ സംവാദം. അതിനകത്ത് സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണ്, സോഷ്യൽ മീഡിയ മൊത്തം ബുള്ളിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് എന്നെ പോലുള്ള കണ്ടന്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് ഈ പറയുന്ന നമ്മുടെ സായി അടക്കം ഉള്ളവര്. അപ്പോ അതിനകത്ത് വന്ന കുറച്ച് കാര്യങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ, അതായത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ഇടുന്ന ചാനൽ ഉൾപ്പെടെയുള്ളവരെ പട്ടികൾ, നായ്ക്ക് തുല്യം എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും പട്ടികൾ എന്ന് പറയുമ്പോൾ സായി ഇതിനകത്ത് പറയും പോലെ സായി ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, നമുക്കത് ക്ഷമിക്കാൻ കുറച്ച് പാടുണ്ട്. അതുപോലെ നമ്മളൊക്കെ മൂന്നാംകിട ചാനലുകളാണ് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ജി പറഞ്ഞിരിക്കുന്നത്. ഇനി ന്യായം അന്യായമൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഈ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. കുറച്ചുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറുപടി കൊടുത്തു പോകാം എന്നുള്ളതാണ്. ഓക്കെ, ശരി. പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പൈസ കിട്ടുന്നില്ലെന്നായാൽ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യില്ല, ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യില്ല. ഇത് കാശിന് വേണ്ടി മാത്രമല്ല, ഇതൊരു സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ? ചോദ്യോത്തരം അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ അദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് അദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റ് വീട്ടിലിരിക്കും. കറക്റ്റ്.
എന്ന് നമ്മൾ പണി നിർത്തിയോ അന്ന് സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും എന്നുള്ളതാണ്. വെറും നെഗറ്റീവ് കൊണ്ട് മാത്രം വളർന്നു വന്ന ഒരാളാണ്. നെഗറ്റീവ് മാത്രമല്ല, കോമാളിത്തരം, സെക്സ്, അഡൽ കണ്ടന്റ് ഇതെല്ലാം കൊണ്ടുവന്ന് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവന്റെ ഒരു പ്രൂഫൊക്കെ വെക്കുന്നുണ്ട്. നമ്മളെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പണി നിർത്തുക. ഈ പറയുന്ന രണാസുനെ പോലുള്ളവര് എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം. നമ്മൾ പറയുന്ന ഈ റിയാക്ഷൻ ചാനലുകൾ പണി എന്താണ് അവരെ കൊണ്ട് റിയാക്ട് ചെയ്യണ്ട ഈ ഒന്ന് കരുതി കഴിഞ്ഞാൽ അവര് തീർന്നു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള അപരാധങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള ഈ പറയുന്ന രണാസുനെ പോലുള്ള അപരാധങ്ങൾ വന്ന അപരാധങ്ങൾ കാണിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പിന്നെ അവര് മാത്രം കൊണ്ടൊന്നുമല്ല, നന്മ ചെയ്യുന്നവരെയും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ഉണ്ടാക്കി ഏത് സംഭവം, അത് നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, ഏത് സംഭവം വന്നാലും നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ സായി പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കിടന്ന് ചിലയ്ക്കുന്ന സന്തോഷ് പണ്ഡിറ്റും ഇല്ല. സത്യം പരമാർത്ഥമാണത്. മനസ്സിലായോ? ബാക്കി പണ്ഡിറ്റിന്റെ കണ്ടന്റ് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്. ഞാൻ അത് റീപോസ്റ്റ് ചെയ്യുന്നില്ല. പണ്ഡിറ്റിന്റെ ഒരു ഇന്നലെ വരെ ഇപ്പൊ സീജ റോയ് സാറിന്റെ മരണം അല്ലെങ്കിൽ സത്യസാംസിനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലും മറ്റുള്ള ഏഷ്യൻ ചാനലും സന്തോഷ് പണ്ഡിറ്റിന്റെ എത്രയോ കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നു, ബാക്കിയുള്ളവരുടെ ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. ഇന്ത്യയിലുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. സ്വന്തമായി കോമാളിത്തരം ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിലെ മറ്റുള്ളവർ വേണം. ആളുകൾക്ക് പൈസ ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ്ട്രാ വഴി വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരം അവന്റെ അടുത്ത് കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ വിചാരിച്ചിരുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സന്തോഷ് പണ്ഡിറ്റിന് പൈസ ഉണ്ടാക്കണം ഇതുപോലത്തെ മറ്റവൻ വേണ്ട എന്നാണ് പറയുന്നത്. മൂന്നാം കിട ചാനലാര് ഈ പറയുന്ന റിയാക്ഷൻ ചാനലിൽ ഉൾപ്പെടുന്ന ഈ സന്തോഷ് പണ്ഡിറ്റിനെ പൊക്കിക്കൊണ്ട് ട്രോൾ ചെയ്തവന്മാരെ എല്ലാം കൂടി ചേർത്താണ് പറയുന്നത് നീയൊക്കെ മൂന്നാം കിട ചാനലാണ് എന്നുള്ളത്. എന്റെ പൊന്ന് സന്തോഷ് പണ്ഡിറ്റ് ജി, നീ ഇവിടെ കിടന്ന് നീ മുമ്പ് കാണിച്ച കോമാളിത്തരങ്ങളും ഒരു പാട്ടിന്റെ ഒരു 10 സെക്കൻഡ് വെച്ചാൽ അതിൽ ഈ പറയുന്ന അഡൽട്ട് കണ്ടന്റ് ആയിക്കോട്ടെ, കോമാളിത്തരം ആയിക്കോട്ടെ, അപരാധമായിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം വിറ്റ് ജീവിച്ച് വന്നവൻ തന്നെയാണ് നീ. സത്യം പറഞ്ഞാൽ നീ ഇപ്പോഴത്തെ രണാസുനെ ആയിരുന്നു പണ്ട്. ഇപ്പൊ രണാസുനെ എങ്ങനെയാണോ പിന്നെ ഈ പറഞ്ഞ നെഗറ്റീവ് കൊണ്ട് പിന്നീട് ഈ പറയുന്ന റീച്ച് ഉണ്ടാക്കുന്നത് അതുപോലെ റീച്ചായി വന്നതാണ്. അതിനുശേഷം ഒരു റീച്ച് കിട്ടിയപ്പോ നീ എന്ത് ചെയ്തു? നേരെ വന്ന് ഇപ്പം കുറച്ച് പേർക്ക് കൊണ്ട് ചാരിറ്റി കൊടുക്കുന്നു, എവിടെയെങ്കിലും കൊണ്ട് അതിനെ വീഡിയോ ആക്കുന്നു, കൊണ്ടുവന്നൊരു 1000 രൂപ 10000 രൂപ കൊടുത്തു, ഞാൻ വീട് വെച്ച് കൊടുത്തു എന്നുള്ള രീതിയിലാക്കി നന്മപര കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നീ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാം നീ പറഞ്ഞു നിന്റെ പോസ്റ്റിലൊക്കെ ലക്ഷങ്ങള് പിന്നെ മില്യൺസ് വീടാ. ഈ പണ്ഡിറ്റ് ജി ഇവിടെ കിടക്കുന്ന ഓരോരുത്തന്മാര് ഇടുന്ന പോസ്റ്റുകളുടെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പോസ്റ്റിടെ ഒന്നുമില്ല. ഒരു പോസ്റ്റ് ഇടുക, എവിടെന്നെങ്കിലും എടുത്ത് 2 വാക്ക് എഴുതുക, അതങ്ങ് വേറെക്കുള്ളൂ. ഫസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ഭയങ്കര ഞെട്ടുന്ന ആൾക്കാര് പിന്നീട് ഞെട്ടിപ്പോകുന്ന അത്രയ്ക്ക് ബുദ്ധിയുള്ള ഒരു പോസ്റ്റും താങ്കൾ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഫേസ്ബുക്കിലും കിടക്കുന്നുണ്ട് ഇഷ്ടംമാതിരി മില്യൺ അടിച്ച പോസ്റ്റുകൾ. എന്നെ ആർക്കറിയാം? എന്താ കുറച്ച് പേർക്കറിയാം. അല്ല, താങ്കൾ അത് വലിയ കാര്യമാണെന്ന് ഞാൻ ഇടുന്നത് ഭയങ്കര മറ്റതായത് കൊണ്ടാണ് ആൾക്കാർ അത്ര കാണുന്നത് എന്നുള്ളത് നിന്റെ വിവരക്കേടാണ്. മനസ്സിലായോ? ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഇനിയിപ്പോ ചാനൽ, ഫേസ്ബുക്ക്, യൂട്യൂബിന്റെ കേസല്ല. താങ്കൾ ഇവിടെ ഇതിനിടയ്ക്ക് പറഞ്ഞു ഇതിൽ പോലുള്ള മൂന്നാം കിട ചാനലുകളെക്കാളും സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. എവിടെയുണ്ട്? ഫേസ്ബുക്കിലുണ്ട്. അതേത് പട്ടിക്കും വരും ഫേസ്ബുക്കില്. യൂട്യൂബിൽ നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അതൊന്ന്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇതൊന്നും ഒരു മാറ്ററേ അല്ല, അത് വേറൊരു വിഷയം. അപ്പൊ നീ പറഞ്ഞു വന്നത് ഇപ്പൊ ഫേസ്ബുക്കില് മില്യൺ അടിച്ച ഇഷ്ടമാരി കാണും, ഇഷ്ടമാരി മില്യൺ അടിച്ച വ്യൂസ് കാണും, മറ്റതൊക്കെ കാണും. പക്ഷെ അത്
യൂട്യൂബിൽ വരുമ്പോൾ അവിടെ കണ്ടന്റ് മാറ്ററാണ്. മനസ്സിലായി? ഏത് രീതിയിലുള്ള കണ്ടന്റ് അതിന്റെ ക്വാളിറ്റി മാറ്ററാണ് എങ്കിൽ മാത്രമേ വ്യൂസ് കിട്ടുള്ളൂ. ഫേസ്ബുക്കിൽ കുറച്ച് ഈ പറയുന്ന കുൽസിത വിട്ട് കഴിഞ്ഞാൽ ഓടും. അതുകൊണ്ട് ഫേസ്ബുക്കിൽ റീച്ച് കണ്ട് ഇവിടെ കിടന്ന ആളാവാൻ വരരുത്. ഈ 4ാം കട അല്ലെങ്കിൽ 3ാം കട ചാനൽ നീ പറയില്ലേ, ഇതിനെയും കാട്ടി ഈ പറയുന്ന നീ മുമ്പ് വന്നത് നീ ആരായിരുന്നു എന്നും എന്നെ പാട്ടുകാരൻ നീ നിന്റെ സംഗീതം എങ്ങനെയായിരുന്നു, നിന്റെ ഡാൻസ് എങ്ങനെയാണ്, നിന്റെ പാട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയാം. നിങ്ങൾ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇപ്പോഴത്തെ രണാസുന എന്തൊക്കെ ഇത് തന്നെയാണ്. പാട്ട് പാടാൻ രണാസുനെ പിന്നെ ഇവനെ കാട്ടി പാടും. ബാക്കി കേൾക്കാമേ, ഇത് കുറച്ചുണ്ട്. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഇവരെ മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ 3ാം ചാനൽ മാത്രമാണ്. ഇത്ര നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്താ, ഇയാൾ ഭയങ്കര താത്വികനാണ്, ആരും കുറ്റം പറഞ്ഞിട്ടില്ല, അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. അതല്ല, ഞാൻ ഇതിനകത്ത് വന്നിരുന്നിട്ട് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ 3ാം കട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ സെക്കൻഡ് പാർട്ടിയുടെ ഒരു കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പീനലൈസ് ചെയ്യാൻ ആരാണോ ഓണർ അയാൾക്ക് സാധിക്കും, ഇല്ലേ? അങ്ങനെ പീനലൈസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയും സ്വന്തം കണ്ടന്റുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെന്ന് വേറൊരാൾ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം നമ്മളെ പോലുള്ളവർ ഈ കണ്ടന്റ് എടുക്കുമ്പോൾ അവരൊന്നും പറയാത്തത്. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ്. വളരെ കൃത്യമായിട്ടുള്ള കേസാണ് ഷാഹിനകത്ത് പറഞ്ഞത്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ന്യൂസ് ചാനലുകൾ ഒരുപാട് ക്ലിപ്പിംഗ്സ് എടുക്കുന്നു, പലവരുടെയും കണ്ടന്റ് എടുക്കുന്നു. അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാം, സുഖമായിട്ട് സ്ട്രൈക്ക് ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാം. അവരത് ചെയ്യാത്ത അവർക്കും അത് റീച്ചാണ്. അവരുടെ ഒരു സംഭവം ഈ പറയുന്ന ഞാൻ പറയുന്ന ഇവന്റെ തന്നെ എത്രയും സംഭവം എടുത്ത് ഇതിലൂടെ അവനും റീച്ചാണ്. അപ്പൊ അവർക്ക് നമ്മളെ വേണം. ചില വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചിലപ്പോൾ ഈ പറയുന്ന മെയിൻ സ്ട്രീം അല്ലെങ്കിൽ വാർത്താ ചാനലുകൾക്ക് ഇല്ലാത്ത റീച്ച് നമുക്കുണ്ടാവാം. അത് എന്തുകൊണ്ട് വാർത്താ ചാനലിനെക്കാട്ടി നമ്മൾ ബെറ്റർ ആണ്? അതല്ല, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, നമ്മുടെ ചിന്ത, നമ്മൾ ഈ പറയുന്ന പ്രേക്ഷകർ ഒപ്പം നിന്ന് പ്രേക്ഷകർ എന്താണോ ചിന്തിക്കുന്നത് അവരുടെ ചിന്ത നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ലാസ്റ്റ് തന്നെ ദീപകിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ വീഡിയോസ് ഇട്ടു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പറയുന്ന ന്യൂസ് ചാനലിനേക്കാളും കൂടുതൽ വ്യൂസ് എനിക്കുണ്ട്. ഏതാണ്ട് മില്യൺ അടുപ്പിച്ച വ്യൂസ് എനിക്കുണ്ട്. അത് 80 ലക്ഷമൊക്കെ വരുന്ന വ്യൂസ് എനിക്കുണ്ട്. അതെന്തുകൊണ്ട്? അപ്പൊ ഈ പറയുന്ന ന്യൂസ് ചാനൽ പലതും മറച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ അവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുന്നു. മറ്റ് കാണുന്ന പ്രേക്ഷകരുടെ പിന്നെ വാക്കുകളായാലും നാവുകളായും നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ മറ്റൊരു കേസ് നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് എന്തിനാ വന്നത്? ബുള്ളിങ്ങിനെതിരായിട്ട് സംസാരിക്കാൻ വന്ന സന്തോഷ് പണ്ഡിറ്റ് ലൈവിലിരുന്ന് ബുള്ളിയാണ്. നീയൊക്കെ 3ാം കട ചാനലുകളാണെന്നും പറഞ്ഞുകൊണ്ട് എന്തോ വിരളി പിടിച്ച് എന്തോ ഒരു പിരി പോയി കിടക്കുന്നതാണിത്. പിടിച്ചു പറയാം. അപ്പം അവിടെ തന്നെ പൊളിഞ്ഞു. ആദ്യമേ തന്നെ സന്തോഷ് പണ്ഡിറ്റ് പൊളിഞ്ഞു. ബുള്ളിങ്ങിനെതിരായി സംസാരിക്കാൻ വന്ന ആള് ഈ ചർച്ചയിലുടനീളം ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ബുള്ളി ചെയ്തതും സന്തോഷ് പണ്ഡിറ്റ് ആണ് എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി ഞാൻ എന്റെ ചാനലിൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് ഇന്നേ വരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇത് ഇല്ലാത്തവർ ചെയ്യുന്നത് എല്ലാവരുടെ തലയിലും 3ാം കട ചാനൽ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്തു പോകുന്നു, അഭിപ്രായം പറയുന്നു പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് 3ാം കട ചാനലാണ് മറ്റാന്ന് നമ്മൾ പറയാൻ നിൽക്കാറില്ല. ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ പുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, സന്തോഷം പറഞ്ഞത് എന്താ പറയുക, ഞാൻ എന്റെ ചാനലിൽ ഞാൻ സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്വയം ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ആളുകൾ ഒരു നല്ല മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞ ഒരു സെൻസ് ഉണ്ട്. സായിയെ പോലെയല്ല, സായെ പോലെ നിന്റെ ചാനലിനെ പോലെ 3ാം കട ചാനൽ സെക്കൻഡ് പാർട്ടിയുടെയോ തേർഡ് പാർട്ടിയുടെയോ കണ്ടന്റ് അതെങ്ങനെ 3ാം കടയാവും? അതെങ്ങനെ 3ാം കട? SK എന്ന് പറഞ്ഞല്ലേ, ഇനി കൂടുതൽ വെള്ള പൂശണ്ട, സംഭവം പൊളിഞ്ഞു. മനസ്സിലായി? ഇനി കൂടുതൽ വെള്ളം, കാരണം SK അത് പറയാൻ പറ്റില്ല. കാരണം SK ഈ പറഞ്ഞ വാർത്താ ചാനലും ഇത് തന്നെയാണ് ചെയ്യുന്നത്.
മറ്റൊരു നമ്മൾ വിഷയങ്ങൾ സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി വ്ലോഗ്സ് ആണ്, നമ്മുടെ ഫാമിലിയിൽ കിടക്കുന്നതും എടുക്കുന്നതും തൂർന്നതും എടുക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ശരിയൊക്കെ സ്വന്തം കണ്ടത്. മറ്റുള്ള കണ്ടന്റിന് മറ്റുള്ള വാർത്തകൾ അല്ലെങ്കിൽ വേറെങ്കിലും വിദേശത്ത് വന്ന ഒരു വാർത്ത അവരുടെ കണ്ടന്റ് എടുത്ത് തന്നെയാണ് വാർത്തകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മനസ്സിലായി. അത് ആദ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ബാക്കി നമ്മൾ ഇത്രയും ഈ ചർച്ച കൊണ്ടുവന്നത് മുഴുവൻ ഇങ്ങനെയുള്ള ബുള്ളിങ് എങ്ങനെ നിർത്താം, ഇതിനെന്തിന് കൺട്രോൾ ചെയ്യാം, എങ്ങനെയുള്ളതാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. അവസാനം അത് ആറാട്ടണ്ണലും സന്തോഷ് പണ്ഡിറ്റിലും നിന്നു, അവരുടെ അടിയിലും സായിയുടെ ഇതിലും നിന്നു. ഇന്നില്ലെങ്കിൽ ഇനി തുടരും, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പൊ നമുക്ക് കൃത്യമായ ഉദാഹരണം ഈ ഫ്ലോറിൽ തന്നെ കിട്ടി. സായി പറഞ്ഞു ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു, ഇദ്ദേഹം അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. നമ്മളത് ഈ ഫ്ലോറിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിലാണ് കാണുന്നത്. ഈ ഫ്ലോറിൽ നിന്നുള്ള ഈ തമ്മിൽ പ്രോഗ്രാം നിങ്ങൾ ചാനലിൽ എയർ ചെയ്യുന്നു. ഇതിനൊരു കട്ടോ എഡിറ്റോ ഇല്ലാതെ നിങ്ങൾ ഡിജിറ്റലിൽ എയർ ചെയ്യുന്നു. അതും ബുള്ളിങ് ആവില്ലേ? ആൾക്കാര് കാണുകയാണ്. അപ്പൊ നമുക്ക് മാറ്റേണ്ട കാര്യം എന്താണ്? നമ്മളുടെ മനോഗതിയാണ്, നമ്മളുടെ ചിന്താഗതിയാണ്. ഒരു മനുഷ്യനെ അല്ല ഒരു സിനിമയെ അല്ലെങ്കിൽ അവന്റെ വീഡിയോയെ വിമർശിക്കാം, അവനെ വിമർശിക്കരുത്. അവനിലൊരു മനുഷ്യനുണ്ട്, അവന്റെ ആഗ്രഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് ഇതെല്ലാം. മൂന്നാംകിട ചാനൽ ഞാൻ അതിന് ഉത്തരം പറയാൻ വേണ്ടി ന്യായീകരണം ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സോറി ഞാൻ സോറി പറയാനല്ല, ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇവിടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് ഇവിടെ പൊളിയുന്നത്. ഇവൻ പറഞ്ഞ് അതായത് മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞു, അതെല്ലാവരും ഇവന് അണ്ണാക്കി കൊടുത്തു. എല്ലാവരും അണ്ണാക്കി കൊടുത്തു. അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ താങ്കൾ ബുള്ളിങ്ങിനെതിരെ സംസാരിക്കാൻ വന്ന താങ്കൾ തന്നെ വന്നിരുന്നു ബുള്ളികയാണ് എന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കള്ളമാണ്. ആദ്യം ഇവനെ ആക്ഷേപിച്ച് സംസാരിച്ചത് സായിയാണ് എന്നുള്ള പച്ചക്കള്ള ലൈവ് ആണെന്ന് പോലും അറിയുന്നത് സായി എടുത്ത് പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. നുണ പറയുമ്പോ ആലോചിച്ച് പറയണം. ഈ സാധനം ഏറി, അതായത് ഞാൻ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ ഒരു കോമാളിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനുള്ള മറുപടിയാണ് നിങ്ങളെല്ലാം കോമാളികൾ അല്ലെ മൂന്നാംകിട ചാനലാണ് എന്ന് പറഞ്ഞതായിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. എന്റെ പൊന്ന് സന്തോഷ് പണ്ഡിറ്റ് ലൈവാണ്. ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് സായി അത് പറഞ്ഞത്. അതായത് നമ്മളെല്ലാം മൂന്നാംകിട ചാനലുകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സായി പറഞ്ഞത് നിങ്ങളൊരു കോമാളിയാണ് എന്നുള്ളത്. മനസ്സിലായോ? കള്ളം ഒരു നുണ പറയാൻ ഒരു ഇത് വേണ്ടി ഇനിയുണ്ട്. വീണ്ടും പുള്ളിയാണ്. കോമാളി കണ്ട അവിടെ ഇത് തന്നെയാണ് ഈ കോമാളി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വേദിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ വന്നത് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടെ ഏതൊക്കെ രീതിയിൽ സംസാരിക്കാം, ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യാം എന്ന് നീ ആദ്യം അത് പഠിക്കണം. ഇത് അറിയാത്തവരെ നമ്മൾ കോമാളി, മണ്ടൻ, അപരാധം എന്നൊക്കെ പറയും. അതാണ് നീ ഇപ്പൊ ഈ ലൈവിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്നത്. പണ്ടിട്ട് ആദ്യം കൊണ്ടുവരുന്നത് അറിയോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവും. ഓക്കെ, ഇത് ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഏത് നായന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് എന്താ എന്ന് നമ്മൾ ചർച്ച ചെയ്തത് ബുള്ളിങ് ആണ്. ബുള്ളിങ് ചർച്ച ചെയ്യുമ്പോ ഇത് വന്നിരുന്ന് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാനൊരു ഡോഗ് ലവർ 10-15 അത് ഞാൻ പറയുന്നത് എനിക്ക് ചിലപ്പോ ഹേർട്ട് ആവില്ല. പക്ഷെ എന്നെ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചാനലുകളുണ്ട്. ഇവർ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? സായി പറഞ്ഞ കറക്റ്റാണ്. എനിക്കത് ഹേർട്ടാവും. കാരണം ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗം നടത്തുന്നത് എന്നുള്ളത്. വലിയ ചോറല്ല മറ്റേ തേങ്ങേനെ വാങ്ങിയതൊന്നുമല്ല. നമുക്കും പ്രേക്ഷകരുണ്ട്, നമ്മുടെ സംഭവമൊക്കെ കാണാനും ആൾക്കാരുണ്ട്. അതിനെ ഇവിടെ വന്നിരുന്ന് നീ ഒരു മൂന്നാംകിട ചാനലാണ്, നീയൊക്കെ നായ്ക്കൾക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് നീ നായ്ക്കളെയും കാട്ടി താഴെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിനക്കൊരു പട്ടീനെ വില പോലും നമുക്ക് തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിനക്ക് വിവരം എന്ന് പറയണ ഒന്നുമില്ല. ഞാൻ എന്തോ പറഞ്ഞു ഞാൻ മറ്റവനാണെന്ന് ചിന്തിക്കുക, അല്ലെ കുറച്ച് ഈ പറയുന്ന ചാരിറ്റി ചെയ്യുമ്പോൾ കുറെ ജനങ്ങൾ ഇവർക്ക് ഇവൻ എന്തോ മറ്റവനാണ് എന്ന് ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ വിവരം എന്ന് പറയുന്ന സാധനം ആദ്യം വേണം. താൻ ആരായിരുന്നു എന്നും താൻ എങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നതുമെന്ന് ആദ്യം വന്ന വഴി മറക്കരുത്. നാസുനെ പോലെ. ഓക്കെ,
ചോദിക്കാനുണ്ട്. ഈ സായി, സന്തോഷ് എനിക്ക് സായിയുടെ കാര്യം ചോദിക്കാനുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ സായിയുടെ കാര്യം ചോദിക്കണം. അല്ല, സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളി മോശമാണോ എന്ന് ചോദിക്കുമ്പോ ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നാംകിട ചാനലിലെ കോമാളി മോശമല്ല. ഈ പറയുന്ന മൂന്നാംകിട ചാനലുകാര് കോമാളി മോശമല്ല എന്ന രീതിയിലേ ചിന്തിക്കുള്ളൂ. അവിടെയാണ് ആർക്കാണ് ഇപ്പൊ നീ പറയുന്നല്ലോ സായി ഈ പറയുന്ന കോമാളി മോശം, നിനക്ക് അവിടെയാണ് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത്. സായി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ചാർലി ചാപ്ലിൻ അവനൊരു കോമാളിയായിട്ട് അഭിനയിച്ചാണ് അവൻ ക്യാഷ് ഉണ്ടാക്കിയത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാനുള്ള ചാൻസ് ഇല്ല. നിന്നെപ്പോലുള്ള കോമാളികൾ നിന്നെപ്പോലുള്ള തന്റെ കോമാളിത്തരം കാണിച്ചുകൊണ്ടാണ് താൻ വളർന്നു വന്നതെന്നും അല്ലെങ്കിൽ തന്റെ വിവരക്കേട് കാണിച്ചുകൊണ്ടാണ് താൻ വളർന്നു വന്നതും എന്നുള്ള തിരിച്ചറിവില്ലാതായി പോയി. കോമാളി എന്ന് പറയുന്നത് കോമാളിത്തരം കാണിക്കുന്നതിന് ഒരിതുണ്ട്, അത് മനസ്സിലായോ? സ്വയം കാണിക്കുന്നതും അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നതും സ്വയമേ കോമാളിയാകുന്നതും ഉണ്ട്. അതിലൊരാളാണ് താങ്കൾ. ബാക്കി ഈ ബഹുമാനപ്പെട്ട സന്തോഷ് പണ്ഡിറ്റിന്റെ പേര് ഒരു പണ്ഡിറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു നിയന്ത്രണം പണ്ഡിറ്റ് എന്തായാലും അതിന്റെ വിലയിലും കാണീരടേ. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞില്ലേ സായിനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ മൂന്നാമത്തെ വാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ ആറെണ്ണം പറഞ്ഞു ഈ അപരാധം, ഈ അഡൾട്ട് കണ്ടന്റ്, വേറൊരു കാര്യം കൂടി. അത് മൂന്ന് കാണിച്ച് ആദ്യം വന്ന ആളാണ് സന്തോഷ്. കറക്റ്റ്. വളരെ കൃത്യമായിട്ടാണ് നാദ്ര പറഞ്ഞത്. അഡൽട്ട് കണ്ടന്റ്, കോമാളിത്തരം, അപരാധം, ഈ മൂന്നും കാണിച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. താങ്കളെ നാലാൾ അറിഞ്ഞത്. ഇപ്പൊ രണാസുര വരും പോലെ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് പറയുമ്പോൾ ചാടി എണീക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്ന ന്യായമുണ്ട്, അതും കൂടി കേൾക്കണേ. ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിട്ട് അഡൽട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല. കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്തായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പോലും നമ്മളുടെ മുഖത്തേക്ക് നമ്മൾ പോയി തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടത് ഈ പറഞ്ഞിടത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരുന്നു കൂടുതൽ സിനിമകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു മൂന്നാംകിട ചാനൽ എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സായി അടക്കം സായിക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയും യൂട്യൂബ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അത് ഒരു സർക്കാർ ജീവനക്കാരൻ വാങ്ങുന്ന തുകയേക്കാൾ മൂന്നിരട്ടി എങ്ങാണ്ട് ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരാളാണ്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന സായിക്ക് അന്ന് എടുത്ത ശമ്പളത്താൽ കൂടുതൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ എനിക്ക് 2.5 ലാഖ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് പോലും വരുമാനം കിട്ടിയിരുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ നാളെ വരുന്ന കുട്ടികൾക്കും എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആകാൻ പറ്റില്ല? അവരും ആവട്ടെ. അവർ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഏർണിങ്സ് കിട്ടുന്ന കുട്ടികളടക്കം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഈ സാറ് പറഞ്ഞതൊക്കെ 18ാമത്തെ വയസ്സിൽ ആയിരിക്കും ഒരുപക്ഷെ സാറ് വരുമാനം വാങ്ങി തുടങ്ങിയത്. പക്ഷെ 3 വയസ്സിൽ വരുമാനം വാങ്ങുന്ന കുട്ടികൾ നമുക്കറിയാം. 3 വയസ്സിൽ വീഡിയോസ് കിട്ടും. ഈ പറയുന്ന വ്യക്തി ആളെ കേരള ജനപ്രതിനിധിയാണ് കാണുന്നത്. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? കേൾക്കണം. എന്റെ ഒരു സിനിമ വരെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. വ്യക്തി കാണുന്നത് അല്ല, ഇയാൾ പറഞ്ഞില്ല ഇയാളെ പണം ഫുള്ള് സെക്സ് ആണെന്ന്. ഏതെങ്കിലും ഒരു സിനിമ ചോദിച്ചു ഉത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ സിനിമ കണ്ടിട്ടുള്ളത് സർ. ഞാൻ പറയുന്നു നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇത് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏത് ചാനൽ ചർച്ചയിലും ചെന്നിരുന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ആദ്യത്തെ ഡയലോഗ് അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് പറയുമ്പോൾ അവരെ സിനിമയെ പറ്റി വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ചോദിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇവന് ഉറപ്പാണ് 99.9% ആൾക്കാരും തിയേറ്ററിൽ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് കാണത്തില്ല എന്നുള്ള ഉറപ്പ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ താങ്കൾക്ക് തന്നെ അറിയാം ഇത് ആരും കാണാറില്ല എന്ന്. അപ്പോ നാദ്ര പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അതെന്തേ ഫേസ്ബുക്കിൽ കണ്ട അതിന്റെ വാല്യൂ മാറിപ്പോവോ? അത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? അപ്പൊ അവിടെ വിഴുങ്ങയാണ്. അപ്പൊ നാദ്ര പറയുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നില്ല. നീ എന്തിനും നീ തിയേറ്ററിൽ പോയി കണ്ടില്ല. അതിനർത്ഥം പണ്ടിട്ട് നിന്റെ പടങ്ങൾ ആരും തിയേറ്ററിൽ പോയി കാണാറില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് നീ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പലരും പല ചർച്ചകളിലും ഇല്ല ഞാൻ കണ്ടിട്ടെന്ന് കണ്ട എന്റെ സിനിമ കാണാതെ എന്നെ വിമർശിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അവിടെ നിന്റെ വായടച്ച് തരുന്നുണ്ട് നാദ്ര അവൾ കണ്ടിട്ടുണ്ട് എന്നെ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ബാക്കി ഒരു കാര്യം പോലും ഇയാൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. കണ്ട അവിടെ നിന്നും ഇവൻ വീണ്ടും ഉരുണ്ട് കളിക്കുകയാണ്. ഒരു സാധനം പോലും കണ്ടിട്ടില്ല. പുള്ളി നാദ്ര എന്താ പറഞ്ഞത്? കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് എന്നുവെച്ചാൽ
കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലേ അവൻ അടുത്ത ഡയലോഗ് അടിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ നേരത്തെ നേരത്തെ ഒരു 2-3 കള്ളം ഓണമകൾ അത് ലൈവിൽ നിന്നുള്ള പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. ഇനി നാദറയൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, കോമാളി, അതായത് ഈ പറയുന്ന അപരാധം, അഡൽട്ട് കണ്ടന്റ്, പിന്നെ കോമാളി, ഇതൊക്കെ കാണിച്ചാണ് നിങ്ങൾ ആദ്യം വളർന്നു വന്നത്. നിങ്ങൾ ആദ്യ കാലത്ത് ഒരു ചെറിയൊരു റീൽ ഞാൻ ഇവിടെ വെച്ചിട്ട് കാണണേ, ചെറുത്. അഡൽട്ട് കണ്ടന്റ്, കോമാളി, അവതാരം, മനസ്സിലായ? ഇത്രേ ഉള്ളു. ഇത് തന്നെയാണ് ഈ പറഞ്ഞ നാദറ ഉൾപ്പെടെ സായി ഉൾപ്പെടെ പറഞ്ഞ് ഇത് തന്നെയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഈ റെനാസുലയും ചെയ്യുന്നത്. മനസ്സിലായി? ഇതൊക്കെ കാണാൻ ഒരു പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നൊരു തെറ്റെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിമർശനങ്ങളൊക്കെ വരും. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് മനസ്സിലാക്കാനുള്ള വന്ന വഴി മറക്കരുത്. സന്തോഷ് പണ്ഡിറ്റ് ഇതുപോലുള്ള അപ്പോഴും നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് പാടാൻ അറിയില്ല, അത് സമ്മതിക്കുക. നിങ്ങൾക്ക് എഴുത്ത് ശരി വരികൾ കൊള്ളാം, നിങ്ങൾക്ക് പാടാൻ അറിയില്ല, അതങ്ങ് സമ്മതിക്കുക. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, അതങ്ങ് സമ്മതിക്കുക. നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയില്ല, അതങ്ങ് സമ്മതിക്കുക. അഭിനയം ഒട്ടും അറിഞ്ഞുകൂടാ, അതങ്ങ് സമ്മതിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ കാണിക്കും. ഇതിനെയാണ് നമ്മൾ കോമാളിത്തരം എന്ന് പറയുന്നത്. ഇത് കോമാളി ആകാൻ വേണ്ടിയിട്ടല്ല. ഒരാളെ ഒരു ഹീറോ വേഷം ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ ഇത് കോമാളിയാണെങ്കിൽ തോന്നണമെങ്കിൽ അവിടെയാണ് താങ്കളുടെ തോൽവി. മനസ്സിലായോ? താങ്കൾ ചെയ്യുന്ന ഒരു സീരിയസ് റോള് ചെയ്യുമ്പോൾ അത് കോമാളിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ അവിടെ നിങ്ങൾ പിന്നെ കോമാളിയായിട്ട് അഭിനയിക്കുകയില്ല. എന്ന് പറഞ്ഞ കോമാളി എന്ന് പറയുന്നത് തെറ്റുമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. മനസ്സിലായോ? അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഇത്രയൊക്കെ ഉള്ളൂ നിന്റെ വിവരങ്ങൾ. പിന്നെ പറഞ്ഞാൽ കൂടി പോകും എന്നുള്ളത് ഞാൻ നിർത്തുന്നു. ഒരു അഭിപ്രായം മസ്റ്റാ കമന്റ്. ഇപ്പൊ ആരുടെ വായാണ് ആരാണ് അടച്ചത്, ഇവിടെ ആരാണ് എക്സ്പോസ് ആയതെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇല്ലാത്തവർ എൻ്റെ പണ്ഡിറ്റിന്റെ തേങ്ങയെന്ന് പറഞ്ഞു വന്നോ. നമുക്ക് വേണ്ടി കാണാം.